ഹലോ ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണിക്കുട്ടി ഉറങ്ങുന്ന സമയത്ത് തന്നെ ഭരത് മുത്തിനോടായിട്ട് പറയുന്നുണ്ട്, മുത്തേ എത്രയും പെട്ടെന്ന് പോയിട്ട് ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് വാ. മണിക്കുട്ടിയുടെ അച്ഛനെക്കുറിച്ചുള്ള വീഡിയോ അവൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, എനിക്കൊന്ന് കാണണം അതെന്താണെന്നുള്ളത്. അവൾ കള്ളം പറയുകയാണ്, എന്താണ് ആ വീഡിയോയിലുള്ളത് കാണണമെന്ന് പറയും. അങ്ങനെ മുത്ത് മണിക്കുട്ടി ഉറങ്ങുന്ന സമയത്ത് തന്നെ അതിൽ പോയിട്ട് റൂമിനകത്ത് പോയതിന് ശേഷം തന്നെ ആ ഫോൺ എടുത്തുകൊണ്ട് ഭരത്തിന് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഭരത് ആ ഫോണ് കയ്യിൽ വാങ്ങുന്നുണ്ട്. അതിനുശേഷം മണിക്കുട്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വീഡിയോ, കൃഷ്ണയെ കെട്ടിയിട്ടതും അടിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ ഭരത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഭരത് മാമ എവിടെയാണ് ആ വീഡിയോ? അയ്യോ മോളെ, എൻ്റെ കൈ തട്ടി അത് ഡിലീറ്റ് ആയി പോയല്ലോ, ഇനി എന്താണ് ചെയ്യുക? സാരമില്ല, ഇതിലൊന്നും ഇല്ലടാ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മണിക്കുട്ടി ഫോണ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഫോൺ കാണാനില്ല, അത് മുത്തിൻ്റെ കയ്യിലാണ് ആ ഫോൺ കേട്ടോ. അതിനുശേഷം തന്നെ മണിക്കുട്ടിയും മുത്തും തമ്മിൽ വഴക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഉമയും ഉണ്ട്. ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി, എന്താ മുത്തേ എൻ്റെ ഫോൺ എന്തിനാണ് എടുത്തിരിക്കുന്നത്, എന്താണ് ഇവിടെ പ്രശ്നം എന്ന രീതിയിൽ കാവ്യ വരുന്നുണ്ട്. അപ്പോൾ മുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് മണിക്കുട്ടി നിനക്ക് ഫോണ്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുത്തിനെന്തിനാണ് ഫോൺ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ പിന്നെ ഭരത് മാമനാണ് ഈ ചതി ചെയ്തത്, ഈ ഒരു വീഡിയോ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ കാവ്യ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഭരത്തെ നീയാണ് ആ വീഡിയോ നശിപ്പിച്ച് കളഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഞാനൊന്നും കാവ്യേച്ചി ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ അമ്മ സത്യം എന്ന രീതിയിൽ പറഞ്ഞിട്ട് ജയ്മോഹിനിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഭരത്. പക്ഷേ ഇത് പച്ചക്കള്ളാണ്. ഭരത് തന്നെയാണ് അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കോപ്പി എന്തായാലും വേറൊരു ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ട് തന്നെയാണ് മണിക്കുട്ടി അവിടെ ഇരുന്നിട്ടുണ്ടാവുക. അതിനുശേഷം തന്നെ കാവ്യയും അതുപോലെ തന്നെ ഭരത്തും കൂടി നന്നായി വഴക്കുണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും കൃഷ്ണയുടെ ഈ സത്യാവസ്ഥ, അതായത് ഭരത് കൃഷ്ണയെയാണ് ചതിക്കുന്ന വിവരം എല്ലാവരും തന്നെ ഉടനെ തന്നെ അറിയുമെന്നുള്ള ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ വിശേഷങ്ങൾ